ഏതായാലും ആ ഷെയ്ത്താന്റെ ആ നിലവിളി ശബ്ദം നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്രയും തരംതാന്ന പ്രവൃത്തിയല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എങ്ങനുണ്ട്? ഈ കുരുവട്ടൂരികളായ ആളുകളുടെ സംസാരങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുക അനുഭവത്തിലൂടെ ഒരുത്തുണ്ട്, അവൻ പറയട്ടെ. ഷെയ്ത്താൻ കയറിയ ചില ആൾക്കാർക്ക് ചിലർ കുറേ മന്ത്രിക്കണം, ഖുർആനൊക്കെ ഇങ്ങനെ കുറേ മന്ത്രിച്ച് ദിവസങ്ങളും മാസങ്ങളും ചിലതൊക്കെ മാറാതെ നിൽക്കും. 13 വർഷക്കാലം മന്ത്രിച്ചിട്ടും മാറാത്ത ഒരു ദീനമാണ് കുരുവട്ടൂരികളുടെ ഈ ദീനം. 13 വർഷമായിട്ട് മാറിയിട്ടില്ല. ഏതാണെങ്കിലും ആലിമീങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓൽക്കെതിരെ കൊഞ്ഞനം കുത്തുക എന്നതും പുതിയൊരു തൊഴിലല്ല. ഈ 13 വർഷമായി ആ ഒരു തൊഴിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ആൾക്ക് വിവരമുണ്ടായിട്ടുണ്ട് എന്നും അയാൾക്ക് നല്ല വിവരമായിരുന്നു എന്നും അയാൾക്ക് പേച്ച വിവരമായിരുന്നു എന്നും അത് അനുധാവനം ചെയ്യാൻ പറ്റുകയില്ല എന്നും അതേ സമയത്ത് ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട് എന്നും സമകാലികരായ പല ആളുകളും അദ്ദേഹത്തിനെ സംബന്ധിച്ച് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ തൂങ്ങുകയാണ് കുരുവട്ടൂര്. എങ്കിൽ ഈ കുരുവട്ടൂര് ഇത് വിമർശിക്കപ്പെടുന്ന സമയത്ത് കുരുവട്ടൂരുകളിൽ തന്നെ സാക്ഷാൽ നേതാക്കളാകുന്ന അബ്ദുസ്സമദ് പമ്പേസും അതുപോലെ നൗഷാദ് ഒതുക്കുങ്ങലും ഇനി ഇവർ തെളിവിനായി കൊണ്ടുവരാനുള്ള നജീബ് മൗലവി അടക്കമുള്ള ആളുകൾ സാക്ഷാൽ ഇബ്നു തൈമിയ്യയുടെ മൗലൂദ് പറയുകയും ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പമ്പേസ് മൗലവിയുടെയും അതുപോലെ തന്നെ സാക്ഷാൽ നൗഷാദിൻ്റെയും ഈ പറഞ്ഞ നജീബ് മൗലവിയുടെയും അടക്കമുള്ള ക്ലിപ്പുകൾ പറഞ്ഞിട്ട് ആ ക്ലിപ്പിട്ട് ഞാൻ സംസാരിച്ചിട്ട് ക്ലിപ്പിനെ തൊട്ട് പോലും നോക്കാൻ തയ്യാറായിട്ടില്ല. അതിനുള്ള ത്രാണി പോലും ഇല്ലാത്ത ഒരുത്തൻ അവൻ നേരെ കൈ നീട്ടുന്നത് എൻ്റെ നാവിൻ്റെ കീപ്പെട്ടിക്കാണ്. അവൻ കൈയിട്ടുണ്ട് എൻ്റെ നാവിൻ്റെ താഴത്തേക്കാണ്. ഹുൻസയാണോ അതോ ഉൻസയാണോ എന്താണ് എന്നറിയില്ല. കുരുവട്ടൂരുകളായ നൗഷാദിൻ്റെയും പമ്പേസ് മൗലവിയുടെയും അതുപോലെ നജീബ് മൗലവിയുടെയും ഒക്കെ ക്ലിപ്പിട്ടുകൊണ്ട് അവർ പിന്നെ ഇബ്നു തൈമിയ്യയെ പുകഴ്ത്തുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് മറുപടി ആയിട്ട് ഓൻ പറയുന്നത് ഞാനാണോ പെണ്ണാണോ, ഞാൻ പിന്നെ ആണും പെണ്ണും കെട്ടതാണോ ഏതെടുക്കുക. ഞാൻ ഇതൊക്കെ കെട്ടതാണെന്ന് വിചാരിക്കുക, എനിക്കും വേണ്ടി കുരുവട്ടൂരിക്കും വേണ്ടി അങ്ങനെ വിചാരിക്കുക. ഇനി ഞാനല്ല അങ്ങനെയൊന്നും അല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ആ ബാധ്യത എനിക്കില്ലതാണ്. കാരണം എന്താ, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ ഹുൻസയാണെങ്കിലും ഉൻസയാണെങ്കിലും ഒക്കെയും അതുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിമും അഖീദ വേക്കാൻ പോണില്ല. ഞാൻ ആണും പെണ്ണും കെട്ടുമെന്ന് വിചാരിച്ചോ, എന്നാലും അഖീദ വേക്കാൻ പോണില്ല. അതേ സമയത്ത് നിങ്ങൾ ഷിയായിസം ഇവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഷിയായിസത്തിൻ്റെ ഈണപ്പാട്ടും രാഗപ്പാട്ടും കേൾക്കുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒരു മുസ്ലിമെങ്കിലും വേക്കാൻ സാധ്യതയുണ്ട്. അതിനെ മാന്യമായ നിലയ്ക്ക് തിരുത്തുക എന്നത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ആ നിലക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഇന്ന ഷെയ്ത്താനാണെന്നോ എൻ്റെ മേത്ത് ഷെയ്ത്താനാണെന്നോ പറഞ്ഞ കാര്യമില്ല. അതൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ചേക്കുട്ടി പാപ്പാൻ്റെയും ആ കൗമിൻ്റെ ആൾക്കാരാണ്, ബൗലേ ഷെരീഫ് കുടിച്ചെടുക്കുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ എൻ്റെ നാവിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോഴും കയ്യോ മാറ്റിയിട്ടില്ല. ഓപ്പം എനിക്കെൻ്റെ ചേലകർമ്മത്തിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരാളെ പ്രസംഗം അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കൂടി കേട്ടോക്കാം. എന്നാൽ നിങ്ങളെപ്പറ്റി ഒരാൾ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളെപ്പറ്റി ഒരാൾ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചു തരാം. അതിൽ താങ്കളും പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. എറണാകുളത്തിൽ സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ തുണിയൊന്ന് പൊന്തിച്ചു കൂട്ടിയാൽ സുന്നത്ത് കഴിച്ചില്ലാതെ കാണാം. ഇതാണ് ഈ ചങ്ങായി മൊയന്താന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ മൊയന്തേന്ന് വിളിച്ചതിന് ഓൻ്റെ 6 മിനിറ്റിൽ 26 തവണ പിന്നെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ കേരി, ഷെയ്ത്താൻ മൊയന്ത് ഒക്കെ ഓൻ വിളിക്കുന്നുണ്ട്. അതൊക്കെ ഓൻ വിളിക്കും. കാരണം ഓൻ്റെ ഷെയ്ഖാരാ ചേക്കുട്ടിയാണ്. ചേക്കുട്ടീൻ്റെ തൊള്ളിൽ കൂടെ അജാദിയൊക്കെ വരുമ്പോൾ ഈ ജാതിയൊക്കെ ഇവൻ്റെ തൊള്ളിൽ കൂടെ വരും. അങ്ങനെയാണല്ലോ. ഷെയ്ഖിൽ നിന്ന് അതുണ്ടാകുമ്പോൾ മുരീദിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഏതാണെങ്കിലും ഇത് 1989 പിളർപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് പിന്നെ അബൂബക്കർ മുസ്ലിയാർ ഇ.കെ. ഉസ്താദ് പറഞ്ഞത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അവിടെ ഈ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. 89 പിളർപ്പുണ്ടായ സമയത്ത് സമ്മേളനത്തിന് പോകണോ പോകണ്ടെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഇപ്പോഴത്തെ ഷെയ്ഖ് ചേക്കുട്ടിയും ചേക്കുട്ടീൻ്റെ ബാപ്പയും മണ്ടി ചെന്നപ്പോൾ CM വലിയുള്ളാൻ്റെ അടുത്തേക്കാണ് മണ്ടി ചെന്നത്. മൂപ്പര് പറഞ്ഞെടുത്താണ് എന്ത്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഉള്ളാൾ തങ്ങൾ പാപ്പയാണ് ഹക്കുള്ളത്. അതായത് ആ മുറിച്ചാത്ത സുന്നത്ത് ചെയ്യാത്ത ഞാനടക്കമുണ്ട് എന്ന് നീ അവകാശപ്പെട്ട ആ വിഭാഗത്തിലായിരുന്നു ആര്? എൻ്റെ ചേക്കുട്ടി ബാപ്പയും ചേക്കുട്ടീൻ്റെ പിന്നെ ബാപ്പാൻ്റെ ബാപ്പയും തന്തി ഉണ്ടായിരുന്നത്. തന്താഴ്ചവർ തെറ്റല്ല എന്നുള്ളതാണ് പമ്പേസ് മോലയും അതുപോലെ ഈ പറഞ്ഞ ഷെയ്ഖും പറയുന്നത്. അങ്ങനെ ഈ മുറിച്ചാത്തവരുടെ സമ്മേളനത്തിലേക്ക് പോകാൻ വേണ്ടി ആശീർവദിച്ച് വിട്ടതാരാണ്? കുത്തുബുൽ ആലം CM വലിയുള്ളാഹി. അപ്പോൾ തപ്പാണെങ്കിൽ ആദ്യം ഇവിടെ തപ്പണം.
ഇന്ന് ആലോചിച്ച് നോക്കിയാൽ ബാപ്പാനോട് അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മുറിച്ചാത്ത പോലെ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടപ്പോൾ എന്തേ മുറിച്ചതിന് ഉള്ളിത്തേള് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട ബാപ്പ പോയത് എന്നുള്ളത്. ഈ ചേക്ക് ചോദിക്കട്ടെ ഓരോ ബാപ്പാനോട്, നിങ്ങൾ തൽക്കാലം ഉള്ളിത്തോട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണോന്ന്. ഇനി ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുത്തതാരാ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദ്, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ, അതുപോലെ ഹംസ മുസ്ലിയാർ ചിത്താരി, അതുപോലെ MA ഉസ്താദ്, അതുപോലെ നെടിയനാട് ഉസ്താദ്, അണ്ടോൺ ഉസ്താദ്, പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അവർക്കൊന്നും മുറിച്ചിട്ടില്ല എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഷേഖിൻ്റെ വാപ്പി ഉണ്ടായിരുന്നത്, ഷേഖിൻ്റെ ഈ പറഞ്ഞ ഷേഖും ഉണ്ടായിരുന്നത്. അങ്ങനെ ഷേഖ് ജേക്കുട്ടി എന്ന് പറയുന്ന KC അബ്ദുള്ളയിൽ നിന്ന് ഉഡായിപ്പ് രൂപാന്തരപ്പെടുകയും അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനെതിരെയാണെന്നും ഷിയായിസാണെന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് 13 വർഷക്കാലം മുമ്പ് പുറത്താക്കി. ഇങ്ങനെയാണ്, 13 വർഷക്കാലം മുമ്പ് പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷവും ബഹുമാനപ്പെട്ട താജുൽ ഉലമാൻ്റെ ആണ്ട് ഇയാൾ ഇപ്പോൾ 10-11 വർഷം, ഈ 2-3 വർഷമായിട്ടുള്ള നിർത്തിയിട്ടുള്ളൂ. അതുവരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാൻ്റെ ആണ്ടിന് ഇയാൾ ആളെ വിളിച്ചുകൂട്ടിയാണ്ട് തോന്നിയ ദിവസം പറഞ്ഞെങ്കിലും പോത്തിറച്ചി തിന്നിട്ട് നക്കിയിട്ടാണ് പറയുന്നത് പോലും മുറിച്ചിട്ടില്ല എന്ന്. എങ്ങനെയുണ്ട്? അപ്പം ചങ്ങായ, ഈ എന്നോട് വിനയത്തോടു കൂടി പറയാ, ഇത് മുറിച്ചണോ ഇല്ലേ നോക്കാൻ വേണ്ടി എൻ്റെ നാവിൻ്റെ അടി തപ്പാൻ വേണ്ടി ഇങ്ങോട്ട് വേണ്ട, ഇജ് നേരെ വിട്ടോ ചേക്കുട്ടിൻ്റെ ചേക്ക് മുറിച്ചിക്കണമെന്നില്ല. അഥവാ മുറിച്ചിക്കണമെങ്കിൽ തന്നെ അതിന് മുറിവ് ഉണങ്ങാൻ വേണ്ടി നേരായിട്ടില്ല. ഇപ്പം അടുത്ത കാലത്ത് മുറിച്ചിട്ടുണ്ടാവുള്ളൂ. ആർക്ക്? അതിൻ്റെ സാക്ഷാൽ KC അബ്ദുള്ളക്കും അബ്ദുള്ളാൻ്റെ വാപ്പാക്കും. ബാക്കിയുള്ളവരത്തൊക്കെ ഇനി മുറി ഉണങ്ങിക്കണമെന്നുള്ളത് ക്യൂ ആക്കിയാണ് വരിയായിട്ട് തപ്പിക്കളാം. 13 വർഷക്കാലം പുറത്താക്കിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ 10-11 കൊല്ലക്കാലം താജുൽ ഉലമാൻ്റെ മധുവും പറഞ്ഞ് ഇപ്പം ഇനി വല്ലാതെ പോക്കുണ്ടെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്തെന്തെങ്കിലും ഈ പറഞ്ഞ ചാലകർമ്മം ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അത് മതി. കാരണം എന്താ, ഇത് പറഞ്ഞ് ശംസുൽ ഉലമ ഇത് പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ഓരോരുത്തുള്ളത് ഒക്കെ ഈ ബാപ്പാടൊക്കെ ഉള്ളിത്തോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ അല്ല ഓൻ പറയട്ടെ, ഓനെ ബാപ്പ പറയട്ടെ. ഷെയ്ത്താനെ ഇളക്കി അതിനെക്കൊണ്ട് ചില കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചു. ഇപ്പം ഷെയ്ത്താൻ നിൽക്കുന്നത് ചില വെല്ലുവിളിയുടെ മക്കാമിലാണ്. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. അപ്പോൾ ഉള്ളിൽ കയറി വർക്ക് ചെയ്ത ഈ ഷെയ്ത്താൻ 13 കൊല്ലം മുമ്പേ ഇങ്ങനത്തെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റാണ്. ഇപ്പോൾ 13 കൊല്ലമായി, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പൊന്നിച്ചങ്ങായി നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാ? നൗഷാദ് അഹ്സനിയ. ഇത് ആളൊരു കാര്യത്തിനിറങ്ങിയാൽ ഇപ്പോൾ ഒരു പുതിയ കുട്ടികളൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ, ചൊറിഞ്ഞ കയറി മാന്തുവെന്ന്, അതുപോലെ ചെയ്യുന്ന ആളാ. അവിടം തൂഫാനാക്കും. അല്ല എൻ്റെ മൊയന്ത് ചങ്ങാതി, 13 കൊല്ലമായി ഇപ്പോൾ ഈ പറഞ്ഞ് മുക്ര വലിച്ചുകൊണ്ട് നടക്കണ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ എന്ത് വലത്തുനിന്നായി പറയുന്നത്? അതായി ചോദിച്ച ചോദ്യം, എനിക്ക് മനസ്സിലായിട്ടില്ല. മോൻ്റെ വെല്ലുവിളിയൊക്കെ അടുക്കളയെ മതി, ഇങ്ങോട്ട് വേണ്ട. മനസ്സിലായോ? മനസ്സിലായി ഷെയ്ത്താനെ, മനസ്സിലായി. അടുക്കളയിൽ തന്നെ ഷെയ്ത്താനായിരുന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടത്, അടുക്കളയിൽ ആ ചോറിനോട് ചാരി നിന്നിട്ട് ഒരു കരിക്കട്ട എടുത്തിട്ടൊന്ന് തലേൻ്റെ മുകളിൽ വരഞ്ഞു നോക്കുക, 2 അടി മുമ്പ് നിന്നിട്ട് നോക്കുക. അതാപ്പം എൻ്റെ നീളം. കാരണം എൻ്റെ ഈ 13 വർഷക്കാലമായി എൻ്റെ ഈ ഷെയ്ത്താന്മാർ മൊത്തത്തിൽ, ചേക്കുട്ടി പാപ്പ ഷെയ്ത്താൻ, അതുപോലെ എൻ്റെ കോമാണ്ടി ഷെയ്ത്താൻ, സുലൈമാണ്ടി ഷെയ്ത്താൻ, ഇതല്ലാത്ത ഒരുപാട് വീരാണ്ടി ഷെയ്ത്താൻ അടക്കമുള്ള സർവ്വ ഷെയ്ത്താന്മാരും ഒന്നിച്ചിന്ന് കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിരെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് രാവ് മുതൽ പകൽ മൊത്തം കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം തകർക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ. എന്നിട്ട് അജി തൂഫാനാക്കും, അതാക്കും, ഇതാക്കും. അനക്കാ കൊല്ലത്തേറെ മറ്റേ അനിൽ ഡോക്ടറെ ചിറിഞ്ചിരിച്ച് അവിടെ ഇരുന്നോ, അതാ നല്ലത്. എങ്ങനുണ്ട്?